എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 1900 ഫെബ്രുവരി മാസം ജനിച്ച് 1989 അന്തരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ, എല്ലാവരുടെയും ബഹുമാനപ്പെട്ട പറമ്പിത്തറ മാഷിന്റെ 125ാം ജന്മദിന വാർഷികം ആഘോഷിക്കാനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദൈവമേ, നിനക്കു വന്ദനം. ദേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. പറമ്പിത്തറ മാസ്റ്ററുടെ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 1989 സെയിന്റ് ആൽബർട്ട്സിൽ വെച്ച് എറണാകുളത്തെ പൗരപ്രമുഖരുടെ ഒരു യോഗം അത് വിളിച്ചു കൂട്ടിയത്. പക്ഷെ ആ യോഗത്തിൽ സ്മാരകമുണ്ടാക്കുന്നതിനേക്കാളും പ്രധാനം മാഷിന്റെ ചിന്തകളും മാഷിന്റെ പ്രവർത്തന രീതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അലക്സാണ്ടർ പറമ്പിത്തറ ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ ഇടവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത വളരെ റെയറായി മാത്രം രാഷ്ട്രീയക്കാരിലുള്ള പ്രതിഭകൾ, റോൾ മോഡൽസ്, സെയിന്റ് ഓഫ് ദി പൊളിറ്റീഷ്യൻസ് എമംഗ് ദി പൊളിറ്റീഷ്യൻ ആയിട്ടാണ് നമുക്ക് മാർഷിനെ ഇന്ന് കാണാൻ കഴിയുന്നത്. അധ്യക്ഷ പ്രസംഗത്തിനായി അലക്സാണ്ടർ പറമ്പിത്തറ ഫൗണ്ടേഷൻ ചെയർമാനും പറമ്പിത്തറ മാസ്റ്ററുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രൊഫസർ KV തോമസ് അവർകളെ സ്വാഗതം ചെയ്യും. 125ാം ജന്മവാർഷികം നാം പറമ്പിത്തറ മാസ്റ്ററെ ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് അംബികാപുരം പള്ളി അങ്കണത്തിൽ നടത്തുമ്പോൾ വളരെയധികം പ്രത്യേകത. എന്നെ സംബന്ധിച്ചിടത്തോളം കുമ്പളങ്ങി സെയിന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ പിതാവ് കുറുപ്പശ്ശേരി വർക്കിയെയും എൻ്റെ ജ്യേഷ്ഠൻ ജോസഫിനെയും എൻ്റെ അനുജൻ പീറ്ററെയും 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചത് സാറ്. എൻ്റെ അപ്പൻ്റെ കൈപിടിച്ച് സെന്റ് പീറ്റേഴ്സ് പള്ളിമുറ്റത്ത് മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ സാറാണ് പേര് വിളിച്ച് മറ്റു കുട്ടികളെ 1ാം ക്ലാസ്സിലേക്ക് കയറ്റുന്ന പോലെ ഇന്നേയും കയറ്റി. അന്ന് ഞങ്ങളുടെ ടീച്ചർ എലിസബത്ത് ടീച്ചറാണ്, ചിറമ്പൻ ടീച്ചർ. ആകർഷം ചേർന്ന കാലഘട്ടം. വളരെ സ്നേഹത്തോടു കൂടിയാണ് സാറ് വിദ്യാർത്ഥികളോട് പെരുമാറിയത്. എന്നാൽ വളരെ കർക്കശക്കാരനുമായിരുന്നു. അക്കാലത്ത് ഞങ്ങളുടെ സെന്റ് പീറ്റേഴ്സ് പള്ളി ഇന്നത്തെ പോലെ മൊസൈക്കൊന്നും ഇട്ടിട്ടില്ല. ചുവന്ന മണ്ണ് അടിച്ച് ഉള്ള ഒരു തറയാണ്. എല്ലാ 1ാം വെള്ളിയാഴ്ചയും വൈകുന്നേരം 3:30 മണിക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പൊന്തലിൽ സാറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പരിപരുത്ത തറയിൽ മുട്ടുകുത്തി നിന്ന് വേണം ആ മൊത്ത നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. ഒരാൾ പോലും അനങ്ങില്ല. സാറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത കാണും. അദ്ദേഹത്തിൻ്റെ ജൂബിലിയുടെ ഒരു കീശയിൽ കൊന്തയും മറ്റേ കീശയിൽ അന്ന് ഇടവകയിൽ നിന്നും കൊടുക്കുന്ന ശമ്പളം, അന്ന് കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ഒന്നുമില്ല, ഇടവകയിൽ നിന്ന് ശമ്പളം കൊടുക്കും. അത് മറ്റേ കീശയിലാണ്. സാധാരണ 10ാം തീയതി 15ാം തീയതിയാണ് പൈസ കൊടുക്കുക. പക്ഷെ സാറിന് പൈസ കിട്ടുന്ന ദിവസം പണിക്കാർക്കറിയാം. അവരെല്ലാം ചെന്ന് കൈ നീട്ടും.
സാറ് എണ്ണി നോക്കിയല്ല കൊടുക്കുന്നത്, സാറ് കൈയിട്ടിട്ട് കൊടുക്കും. മാത്രമല്ല സാറ് വളരെ സരസനായിരുന്നു. ഇവിടെ അന്ന് അധ്യാപകർക്കെല്ലാം ഉച്ചഭക്ഷണം കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ രംഗങ്ങളുണ്ട്. അന്ന് പരമിത്ര മാഷും റോക്കി മാഷ്, അതുപോലെ ജോൺ മാഷ്, ഇവരൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ പച്ച വാഴക്ക അത് പല കഷ്ണങ്ങളാക്കി കറി വെച്ച് അത് കുറച്ച് ചെമ്മിലിട്ടു, ടേസ്റ്റുള്ള കറിയാണ്. ആ ഭക്ഷണത്തിൽ പങ്കുചേരുന്നത് തൃപ്പൂണിത്തുറക്കാരൻ കണ്ണു മാഷുണ്ട്. അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ചെമ്മിനെടുത്ത് മാറ്റാം, അത് പരമിത്ര മാഷം കൂടി കൊടുക്കും. എല്ലാവരും ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം എവിടെ കിട്ടുമെന്ന് പിന്നീട് പറയുമായിരുന്നു. അതുപോലെ സാറ് നാടകത്തിനൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. ഞങ്ങളുടെ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സിലെ വാർഷികങ്ങളെല്ലാം സാറുള്ളത് കൊണ്ട് വളരെ ആഘോഷപൂർവ്വമാണ്. ഒരിക്കൽ കൊച്ചി മഹാരാജാവ് വന്നു. കൊച്ചി മഹാരാജാവ് വന്നപ്പോൾ 2 സ്റ്റേജുകളാണ്. ഒന്ന് മഹാരാജാവിന് ഇരിക്കാനുള്ള സ്റ്റേജ്, ഇപ്പോൾ അവസരം മാത്യു പ്രകൃതം പോലെ സാറിന് ഇരിക്കാനുള്ള സ്റ്റേജ്, നാടകങ്ങളും മറ്റു പരിപാടികളും. അപ്പോൾ ഈ രാജാവിനെ കൊണ്ടുവന്നത് ഒരു കാറിലാണ്. നമ്മുടെ ഈ കടത്തുകളിൽ നിന്നും വണ്ടി ചങ്ങാടത്തിൽ കയറ്റി. അന്ന് ഇതുപോലെ റോഡില്ല, ടാറിട്ട റോഡല്ല, അന്ന് മണ്ണിട്ട റോഡാണ്. അവിടെ ചേർത്തല മണ്ണ് വിരിച്ച് ആണ് രാജാവിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് സ്കൂളിൽ മുന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാനൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ രാജാവ് വരുന്നു, കയ്യിൽ വടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കൈകൂപ്പി നിന്ന് സ്വീകരിക്കും. അപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞ, മണ്ടന്മാരെ, കാറിലാണ് രാജാവ് ഇരിക്കുന്നത്, ഇത് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ സാറ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കാണാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. കാറിലിരിക്കുന്ന പ്രായവരെ രാജാവിനെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇദ്ദേഹത്തെയാണ് ഈ കൊലും പിടിച്ചു വന്ന ആളാണ്. ഒരു സ്റ്റേജിൽ ഏറ്റവും മുകളിൽ രാജാവിരുന്നു. അതിൻ്റെ താഴെ അരയിൽ 2ാം മുണ്ട് കെട്ടി ഭവ്യതയോടുകൂടി സാറിയിരുന്നു. അപ്പം ഇന്നും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളോട് ഏറ്റവും സ്നേഹം കാണിച്ച ഒരാളാണ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പിന്നീട് അധ്യാപകനായി പല വിധത്തിൽ ധാരാളം ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പരമിത്ര മാസ്റ്റർ വെല്ലുന്ന ഒരു പ്രസംഗവും ഞാൻ പാർലമെന്റിലും കേട്ടിട്ടില്ല, എൻ്റെ അധ്യാപകനും കേട്ടിട്ടില്ല. അത്ര മനോഹരമായ ഇംഗ്ലീഷ്. ഞങ്ങളെ കൊണ്ട് ലേഖനങ്ങൾ എഴുതിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ലേഖനം എഴുതിക്കും സാർ. അപ്പോൾ ഒരിക്കൽ ഞാൻ എഴുതിയപ്പോൾ ആരോഗ്യത്തിൻ്റെ ഹെൽത്ത്, അപ്പോൾ ഞാൻ എഴുതി ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് ദ നേഷൻ. എന്നെ വിളിപ്പിക്കും. സംഗതി നന്നായിട്ടുണ്ട്, സ്പെല്ലിങ് എത്തിപ്പോയി. നമ്മൾ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു അധ്യാപകൻ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതം. എന്ന് ഷംസി വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യം കൂടിയുണ്ട്. അത് കേരള നിയമസഭയിലെ സ്പീക്കറാണ്. പരമിത്ര മാസ്റ്റർ സ്പീക്കറായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ദേവള കോളേജിൽ പഠിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും കൂടി അവിടെ ചെന്നു. അപ്പോൾ സാർ അവിടെ സാറിൻ്റെ വീട്ടിലിരിക്കുക. അപ്പോൾ നിയമസഭ നടക്കാൻ പോകുന്നു. അതിനു മുമ്പാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന്, ആരാണ് മുഖ്യമന്ത്രി ഓർമ്മയില്ല, ചില ബില്ലുകളൊക്കെ വരുന്നുണ്ട്, അത് എത്രയും വേഗത്തിൽ അത് പാസ്സാക്കി തീർക്കണം. അപ്പോൾ സാറ് പറഞ്ഞു, ബില്ലൊക്കെ വന്നോട്ടെ, പക്ഷെ ചർച്ച നടക്കണം. ഞാൻ ബില്ല് പാസ്സാക്കി തരാം, എൻ്റെ ജോലി ബില്ല് പാസ്സാക്കലാണ്. പക്ഷേ അംഗങ്ങളുടെ സ്വാതന്ത്ര്യം അത് ഖനിക്കാൻ കഴിയില്ല. അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ, അവസാനം സമയത്ത് ബില്ല് ഞാൻ പാസ്സാക്കി തരാം. ഇത് തന്നെയാണ് വക്കം പുരുഷോത്തമൻ. ഞാൻ പാർലമെന്റ് ചെയർമാനായ പാർലമെന്റിൽ ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. റെയിൽവേ ബഡ്ജറ്റ്, അത് റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകിച്ച് വരും, ഇപ്പോൾ 2 കൂടെ ഒന്നിച്ചായി. അപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് വന്ന് ചർച്ച തുടങ്ങിയപ്പോൾ റെയിൽവേ ബന്ധമില്ല, ബഹളായി. എന്നോട് അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് താഴെ നിന്ന് നമ്മുടെ പ്രതിപക്ഷത്താണല്ലോ ഇന്നത് ബഹളം കൂട്ടുമ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 2-3 വാക്കൊക്കെ പറ്റി പ്രധാനമന്ത്രിയുണ്ട്, അതുപോലെ എന്നൊക്കെ പറ്റി കേന്ദ്രമന്ത്രി വന്നു. ഇത് കഴിഞ്ഞ് എന്നോട് സോണിയാഗാന്ധിയോട് ചോദിച്ചു, എന്താ അങ്ങനെ പിടിച്ചുവിടും? ഞാനപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞു. അലക്സാണ്ടർ പരമിത്ര മാഷ്, പിന്നീട് വക്കം പുരുഷോത്തമനും സഭ നിയന്ത്രിക്കുമ്പോൾ സഭയുടെ മാന്യത നിലനിർത്തും, സഭയുടെ അംഗങ്ങളുടെ അവകാശങ്ങൾ നിയന്ത്രിക്കും. അതേ സമയത്ത് സർക്കാരിൻ്റെ ബിസിനസ് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാകും. ഇതൊക്കെ അതേ പ്രിൻസിപ്പിളാണ് എംസിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്
അത് പക്ഷപാതപരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അവകാശങ്ങളും അവരുടെ സഭയുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തംസീറിനെ ഇത് വിളിച്ചത്. കാരണം പറമ്പിത്ത മാഷ് ജീവിതത്തിൽ എന്ത് നേടി സ്പീക്കറായതിനു ശേഷം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുമ്പകിക്കാർ പറയും ആ മന്ദിന്റെ വലിപ്പം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് വെല്ലൂർ കൊണ്ടുപോയി അദ്ദേഹത്തിന് മന്ത്രമുള്ളതായിരുന്നു, അതൊന്നും ശരിപ്പെടുത്തി അങ്ങനെ ഒരു സൗകര്യത്തിനപ്പുറത്തൊന്നും പറമ്പിത്ത മാഷ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രഗത്ഭനായ അധ്യാപകൻ, താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നയാളൻ, ഈശ്വര വിശ്വാസം. സാറിനെ കൊണ്ട് പറഞ്ഞത് അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ, കല്യാണം കഴിയുമ്പോൾ പള്ളിയിൽ പെണ്ണിൻ്റെ പറമ്പിൽ പള്ളിയിൽ നമ്മളൊരു പൈസ കൊടുക്കും. പറമ്പിത്ത മാഷ് കല്യാണം കഴിച്ചിട്ട് പൈസ കൊടുത്തില്ല, ആരുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആദ്യത്തെ ശമ്പളം കിട്ടി ഇപ്പോൾ ചെല്ലാനത്തെ ഭാര്യയുടെ വീട്ടിൽ ചെല്ലാനത്തെ പള്ളിയിൽ ആ പൈസ കൊടുക്കുന്നു. പക്ഷേ ഇതൊരു വലിയ ചരിത്രം നമ്മൾ പല സന്ദർഭത്തിലും KM റോയിയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും എഴുതി കേട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെയുള്ള പറമ്പിത്ത മാസത്തിന് 125 വാർഷികം. ഇത്രയും വലിയ ആളുകൾ വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കില്ല. കാരണം സമയം ഇന്ന് ബുധനാഴ്ച ദിവസം ഉച്ചനേരം. പക്ഷേ എല്ലാവരും വന്നു. കുമ്പളങ്ങി സ്കൂളിൻ്റെ പ്രതിനിധി മാസ്റ്ററും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്, എന്നോടൊപ്പം പഠിച്ചവരുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പറമ്പിത്ത മാസത്തെ എറണാകുളം ഓർക്കുന്നു, ഞങ്ങളെപ്പോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ അംബ്രോസ് പിതാവിനെ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പുണ്യാളനാണോ നിൽക്കുന്ന. ഇന്ന് രാവിലെ ഞാൻ പിതാവായിട്ട് സംസാരിക്കേണ്ടത്, കാരണം പിതാവിന് പുതിയ ഉത്തരവാദിത്തം വന്നിരിക്കുന്നു. അപ്പോൾ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ പിതാവിനെ വിളിച്ചത്. കാരണം നമ്മുടെ ശബ്ദമായി, സഭയുടെ ശബ്ദമായി, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ശബ്ദമായി ഇപ്പോൾ കേരള ടൈംസ് ഒന്നുമില്ല. ചെറിയ തോതിലെങ്കിലും മീഡിയ മേഖല കൈകാര്യം ചെയ്യാൻ പിതാവ് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെയുണ്ട്, പിതാവ് വിളിച്ചാൽ മതി, വരാം, ആലോചിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ എപ്പോഴും കുഞ്ഞിന് തോന്നുന്ന പിതാവിനെ നാളെ പിതാവ് പുണ്യാളനാകുമെന്ന് എനിക്കറിയത്തില്ല, ഏതാണ്ട് ആ രൂപത്തിലാണ് പിതാവിനെ കാണുന്നത്. കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറയുടെ 125ാമത് ജന്മവാർഷിക ദിനമാണ് ഇന്ന് അലക്സാണ്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ആദരിക്കുന്നത്. കേരള നിയമസഭയ്ക്കടുത്ത് സ്പീക്കറായി വളരെയധികം ശോഭിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറ. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ചുരുക്കം ചില വാക്കുകളിൽ തോമസ് സാറിലൂടെ ചില കാര്യങ്ങൾ പരാമർശിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ നിയമസഭാ സ്പീക്കറായി പ്രവർത്തിച്ചു. 1967 ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണവും വിശാല കാഴ്ചപ്പാടുമാണ് കേവലം 9 അംഗ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയെ നയിക്കാൻ ഒരു വ്യക്തിയെ അദ്ദേഹത്തെ തീരുമാനിച്ചപ്പം സ്നേഹപൂർവ്വം അത് നിരസിക്കുകയും ആ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ ശ്രീ K കരുണാകരൻ ലഭിച്ചത്. അദ്ദേഹം കടുത്ത മതേതരവാദിയായിരുന്നു, കടുത്ത മതവിശ്വാസിയായിരുന്നു. കടുത്ത മതേതരവാദിക്ക് മാത്രമേ കടുത്ത മതവിശ്വാസിയാവാനും, കടുത്ത മതവിശ്വാസിക്ക് മാത്രമേ കലർപ്പില്ലാത്ത മതേതരവാദിയാകാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചെടുത്തിയായിരുന്നു ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറ. അദ്ദേഹം ആദർശവാനായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അനുസ്മരണ ദിനം സംഘടിപ്പിക്കുന്നത് തന്നെ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയെ പഠിപ്പിക്കാനാണ്. പൊതുപ്രവർത്തനം നടത്തുന്നവരെ
ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറയിലൂടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൊതുപ്രവർത്തകന്മാരോട് ഇങ്ങനെയും ചിലർ ജീവിച്ചിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അദ്ദേഹത്തെ പോലെ പൊതുസമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഉന്നതമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചവരും പൊതു രാഷ്ട്രീയത്തിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ നാം സംഘടിപ്പിക്കുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ വഴിതെറ്റി പോകാതിരിക്കാൻ കൂടി മാത്രം. അദ്ദേഹം ആദർശവാദിയായിരുന്നു, കടുത്ത ആദർശവാദിയായിരുന്നു. അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർന്ന വ്യക്തി തന്നെയായിരുന്നു. അതാണ് അദ്ദേഹം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പം പിന്നീട് അദ്ദേഹം വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് മാറുകയും തുടർന്ന് വേറെ ധാരയുടെ ചേർന്ന് സഞ്ചരിക്കുകയും ഒടുവിൽ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് സജീവമായി നിൽക്കാതെ മെല്ലെ മാറുകയും ചെയ്തു. അദ്ദേഹം ഏകനായി ഭരണഘടന എവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുവോ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെ ഉയരുന്നുവോ ആ ഘട്ടത്തിൽ ഏകനായി പ്രതിഷേധിക്കാൻ ധൈര്യം കാണിച്ചിരുന്നു ശ്രീ അലക്സാണ്ടർ പറമ്പിത്തറ എന്നുള്ളതാണ്. നിയമസഭയിൽ ഒരു സൈഡിൽ സ്പീക്കർമാരുടെ പേരും മറ്റൊരു സൈഡിൽ മുഖ്യമന്ത്രിമാരുടെ പേരും ഉണ്ടാവും. ആ പേരിനകത്ത് മൂന്നാമത്തെ പേരാണ് അലക്സാണ്ടർ പറമ്പിത്തറ. നിങ്ങൾ ഏത് കാലത്ത് നിയമസഭയിൽ പോയാലും ആ പേര് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ ശാന്തനായ പ്രകൃതക്കാരൻ, അതോടൊപ്പം കടുത്ത ക്രൈസ്തവ മതവിശ്വാസി കൂടിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ആ സമൂഹത്തിൽ ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിന് അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ സഭക്കകത്ത് ഉന്നയിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൻ്റെതായ പങ്ക് അദ്ദേഹം വഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ സ്പീക്കറായിരിക്കുമ്പം നേരത്തെ ബഹുമാനപ്പെട്ട KV തോമസ് സാർ പറഞ്ഞു, ഫ്രണ്ട് ഓഫ് ദ ഒപ്പോസിഷൻ എന്നാണ് സ്പീക്കറെ കുറിച്ച് പറയാം. ഒപ്പോസിഷന്റെ സുഹൃത്താണ്. അതേസമയം ഗവൺമെന്റ് ബിസിനസ് കൂടി നടത്തിക്കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം, അവർക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ടുള്ള ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട്. ആ രണ്ട് റോളും അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അദ്ദേഹത്തെ 125 വർഷം പിന്നിടുമ്പോഴും നിങ്ങൾ സ്മരിക്കുന്നു. ഞാനിവിടെ ആയിരിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചിന്ത വന്നത് ഞാനും മാഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും, ഈ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞില്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് അലക്സാണ്ടർ പറമ്പിത്തറ മാഷുമായിട്ടുള്ള ബന്ധം? രണ്ട് ബന്ധമാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഒന്നാമതായിട്ട് ഈ അലക്സാണ്ടർ സാറ് ജനിച്ചത് കോട്ടപ്പുറം രൂപതയിലെ ഗോതിർത്ത് ഇടവകയിലാണ്. അദ്ദേഹം പഠിച്ച സ്കൂളിൽ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ബന്ധങ്ങളുള്ളത്, ഒന്ന് ഗോതിരുത്ത് ഇടവകയും രണ്ടാമത്തത് ഈ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളും. അപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നല്ല ബന്ധമുള്ളവരാണ്. ഞാൻ അലക്സാണ്ടർ പറമ്പിത്തറ സാറിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും അല്ലെങ്കിൽ എഴുതിയതും അല്ലെങ്കിൽ സാറ് തോമസ് സാർ പറഞ്ഞു തന്നതും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ പേരുകൊണ്ട് ഒന്നാമതായിട്ട് യഥാർത്ഥ പച്ചയായ മനുഷ്യനായിരുന്നു. ആദ്യത്തേന്ന് പറഞ്ഞ് നമ്മളെ സംബന്ധിച്ച് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നത് മനുഷ്യനാകുക എന്നുള്ളതാണ്. നേരത്തെ സാർ പറഞ്ഞു ലുക്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പുണ്യാളനാകുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള മനുഷ്യർക്ക് മാത്രമേ വിശുദ്ധരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അലക്സാണ്ടർ സാറിനെ വിശുദ്ധനാക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു വലിയ നിങ്ങളോട് പറയാനുള്ളത്. കാരണം പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്ന ഒരു വ്യക്തി, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് മക്കളെയൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് കൊടുത്ത വലിയ പ്രവാചക ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു അലക്സാണ്ടർ സാർ. ഒരു തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ പാഠപുസ്തകമായിട്ടുള്ള ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. കൊച്ചി തിരുവിതാംകൂർ നിയമസഭയുടെ കാലഘട്ടം മുതൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും പിന്നീട് വന്ന നിയമനിർമ്മാണ സഭയുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക മാത്രമല്ല, കൊച്ചി എറണാകുളം മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്തു കഴിഞ്ഞു കേരള നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി എറണാകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, ഒരുപക്ഷെ സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം വേണ്ടി ഈ ടെക്നോളജിയോ ഈ കാലഘട്ടമോ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടി, തീരദേശ സമൂഹത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ആകാൻ കഴിഞ്ഞ അപൂർവങ്ങളിൽ അപൂർവം നമുക്ക് കാണാൻ കഴിയുന്ന വലിയ സ്വഭാവ ശുദ്ധിയുള്ള ഒരു പൊതുപ്രവർത്തനം. ഈ ഫൗണ്ടേഷൻ നടത്തേണ്ട പ്രവർത്തനം അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ആളുകളെ പൊതുസമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഫൗണ്ടേഷന് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അലക്സാണ്ടർ പറമ്പിത്തറ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കാനും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അയവിറക്കാനും പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനും തീർച്ചയായും ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചി നിയമസഭാംഗമായും തിരുക്കൊച്ചി നിയമസഭാംഗമായും കേരള നിയമസഭാംഗമായും എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള പറമ്പിത്തറ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൊതുവെ സമൂഹത്തിന് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ തീർച്ചയായും ഈ അനുസ്മരണ സമ്മേളനം മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിനും നാടിനും സമുദായത്തിനും എല്ലാം ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളെ ഓർക്കാനും സ്മരിക്കാനും കഴിയുക എന്നുള്ളത് ഏറ്റവും കരണീയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരമൊരു നല്ല പ്രവൃത്തിയാണ് ഇവിടെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നത്. അലക്സാണ്ടർ പറമ്പിത്തറയെ സംബന്ധിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ വിശുദ്ധിയുടെയും ആദർശത്തിൻ്റെയും ഒരു നിറഞ്ഞ പച്ച മനുഷ്യനായിരുന്നു പറമ്പിത്തറ മാഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പറമ്പിത്തറ മാഷെ പോലെ ഒരു ശുദ്ധാത്മാവായി രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ജീവിച്ച ഒരാളെ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ കാര്യത്തിൽ. മാഷ് കേരള നിയമസഭയുടെ 4ാമത്തെ സ്പീക്കറായിരുന്നു. 1ാമത്തെ സ്പീക്കർ ശങ്കരനാരായണ തമ്പിയായിരുന്നു. 60-ൽ വന്ന ഗവൺമെന്റിൽ ആദ്യത്തെ സ്പീക്കർ KM ശ്രീനി സാഹിബായിരുന്നു. 2ാമത് വന്നത് ശ്രീ CH മുഹമ്മദ് കോയ. പിന്നീട് CH മുഹമ്മദ് കോയ പാർലമെന്റിലേക്ക് ജയിച്ചു പോയപ്പോഴാണ് അലക്സാണ്ടർ പറമ്പിത്തറ മാഷ് സ്പീക്കറാവുന്നത്. പക്ഷെ അതിനുമുമ്പൊരു കഥയുണ്ട്. 1960-ല് ഗവൺമെന്റ്, ഐക്യമുന്നണി ഗവൺമെന്റ് രൂപീകരിച്ചപ്പോഴേക്കും അന്ന് പത്രങ്ങളിലൊക്കെ കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് വന്നതിൽ ആദ്യത്തെ പേരിൽ ഒരാള് മാഷിന്റെ പേരായിരുന്നു. പക്ഷെ സംഭവിച്ചത് അദ്ദേഹം ഒന്നും ആയില്ല എന്നുള്ളതാണ്. അതിന് വേറെ ആൾക്കാരും, അതൊക്കെ വേറെ ചരിത്രമാണ്. അപ്പൊ അന്നും മാഷ് ഇരിക്കാൻ പോയിട്ടില്ല. മാഷ് അതിനുവേണ്ടി കൻവേഴ്സ് നടത്തിയിട്ട് മാഷ് പാരമ്പര്യമുള്ള ആളായിരുന്നു. 48-ൽ കൊച്ചി നിയമസഭ, 52-ൽ തിരുക്കൊച്ചി നിയമസഭ, 57-ൽ കേരള നിയമസഭ, 60-ൽ വീണ്ടും കേരള നിയമസഭയിൽ അംഗമായെങ്കിലും പറമ്പിത്തറ മാഷേക്കാൾ ജൂണറായ പലരുമാണ് അന്ന് മന്ത്രിമാരായി പോയത്. എറണാകുളം നഗരത്തിൽ അദ്ദേഹത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എങ്ങനെയാ ജീവിച്ചത്? അപ്പൊ അത് ഓരോ മനുഷ്യരുടെയും തീരുമാനമാണ്. ജനങ്ങളെ സേവിക്കുക. ഇപ്പൊ തോമസ് മാഷ് പറഞ്ഞല്ലോ, പോകണ ആര് ചോദിച്ചാലും എടുത്തു പോക്കിരുന്ന് എടുത്തു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശാല ഹൃദയമുള്ള, ജനങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പറമ്പിത്തറ മാഷ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു മനുഷ്യനെ വീട്ടിൽ ചെന്നു. അപ്പൊ അദ്ദേഹത്തോട് പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത് പെൻഷൻ ലഭിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് ഈ ഹാളിലും ആ വാക്കുകളുടെ വെളിച്ചം പ്രസരിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് അലക്സാണ്ടർ പറമ്പിത്തറ മാഷ് എന്ന. പ്രിയമുള്ളവരെ, ആ വാക്കുകളുടെ വെളിച്ചം
ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ 125-ാം ജന്മദിനം ആചരിക്കുന്ന ഈ നിമിഷത്തിൽ ആ വാക്കിന്റെ വെളിച്ചം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സുകളിലേക്ക് സ്വാംശീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ചടങ്ങ് ഇത്ര മനോഹരമാക്കുവാൻ അവസാന നിമിഷം വരെ കസേരകൾ വളരെ കുറച്ച് കാര്യമായിട്ടുള്ളൂ എന്നുള്ളതും നിങ്ങളുടെ ഇരിപ്പിന്റെ ആത്മാർത്ഥത കൂടി കാണിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.